ഇന്നത്തെ വചനചിന്ത ശത്രുക്കളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ഇസ്രായേലിൻ്റെ ദൈവത്തെ നിന്ദിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഗോലിയാത്തിൻ്റെ മുൻപിൽ അഭിഷേകമുള്ള ദാവീദ് യുദ്ധത്തിനായി ചെന്നു. ഗദ്യനായ ഗോലിയാത്തിനെ കൊന്ന് ജയാളിയായി വന്ന ഭക്തനായ ദാവീദിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇസ്രായേലിലെ കന്യകന്മാർ പാടിയത് ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്നായിരുന്നു. 1 ശമൂവേൽ പുസ്തകം 18-ാം അധ്യായം 7 മുതൽ 9 തിരുവചനം വായിക്കുമ്പോൾ ഇത് കേട്ടതു മുതൽ ശൗൽ ദാവീദിനോട് കണ്ണുകടിയുണ്ടായി. ആ കണ്ണുകടി കടുത്ത പകയിലേക്ക് ശൗലിനെ നയിച്ചു എന്നുള്ളതാണ്. ദാവീദിനെ വകവരുത്തുവാൻ പലവട്ടം ശൗൽ ശ്രമിച്ചു. ചുവരിനോട് ചേർത്ത് ഭക്തനായ ദാവീദിനെ കുത്തുവാൻ ദുരാത്മാവ് ബാധിച്ച ശൗൽ 1-ലധികം പ്രാവശ്യം ശ്രമിച്ചു. ഭക്തനായ ദാവീദ് ഒഴിഞ്ഞുമാറി. തകർക്കുവാനുള്ള ശത്രുവിൻ്റെ പരിശ്രമത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനാണ് അഭിഷേകമുള്ള ദാവീദ് ശ്രമിച്ചത്. ഭക്തനായ ദാവീദിനെ പോലെ ശത്രുവിൽ നിന്നും ഒഴിഞ്ഞു മാറണം. ഇക്കാലത്തും കണ്ണുകടി നിമിത്തമുള്ള കുന്തമേറുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേകമുള്ള ദാവീദ് ഒഴിഞ്ഞു മാറിയതുപോലെ മാറി നിൽക്കുക. ശത്രുവിൻ്റെ പദ്ധതിയെ ദൈവം തകർത്തു കളയും. കർത്താവ് യേശു ക്രിസ്തുവിന് പരസ്യ ശുശ്രൂഷ കാലത്ത് കർത്താവിൻ്റെ പിന്നാലെ ധാരാളം ജനങ്ങൾ യേശുവിനെ അനുഗമിച്ചു. പരീശന്മാരും മതനേതാക്കന്മാരും യേശുവിനോട് അസൂയപ്പെട്ടു. യേശുവിനെ ഒടുക്കിക്കളയുവാൻ പലവട്ടം ആലോചന കഴിച്ചു. എന്നാൽ കർത്താവിൻ്റെ നാഴികയ്ക്ക് മുമ്പ് തന്നെ ഒന്നും ചെയ്യുവാൻ ആർക്കും സാധിച്ചില്ല. ആര് വചനം ശ്രവിക്കുന്ന താങ്കളോട് അസൂയപ്പെട്ട് എത്ര വിരോധമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്താലും സർവശക്തനായ ദൈവകരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിക്കുക. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങൾ താങ്കൾ സുരക്ഷിതനാണ്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ സ്വപ്നക്കാരനായ ഭക്തനായ യോസഫിന് പിതാവായ യാക്കോബ് അധികം സ്നേഹിച്ചതായി കാണപ്പെടുന്നുണ്ട്. അതിനാൽ സഹോദരങ്ങൾക്ക് യോസഫിനോട് അസൂയുണ്ടായി. യോസഫിനെ കൊല്ലുവാൻ പദ്ധതിയിട്ടു. യോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടു. ശേഷം അടിമയെ വിറ്റു. ശേഷം കാരാഗൃഹത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വന്നു. എന്നാൽ അവിടെയെല്ലാം യോസഫ് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ ആയിരുന്നു. ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്ന ഭക്തനായ യോസഫ് നീണ്ട 13 വർഷത്തിനു ശേഷം ദൈവം യോസഫിനെ മിസ്രൈമിലെ മന്ത്രിയാക്കി മാറ്റി. 4-ാം തലമുറ വരെ കാണുവാൻ യോസഫിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അസൂയ നിമിത്തം സഹോദരന്മാർ ആഴത്തിലേക്ക് തള്ളിയിടുമ്പോൾ, തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ, ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചപ്പോൾ ദൈവം ഭക്തനായ യോസഫിനെ ഉന്നതമായ പദവിയിലേക്ക് കൊണ്ടെത്തിച്ചു. ശത്രുക്കൾ യോസഫിന് നൽകിയ പൊട്ടക്കിണറും അടിമത്തവും ജയിൽവാസവും എല്ലാം കൂടി ചില വർഷങ്ങൾ നിന്നു. എന്നാൽ പിന്നത്തേതിൽ യോസഫിന് നൽകിയ ഉയർച്ച വർഷങ്ങളിലേക്ക് നീണ്ടു നിന്നു. അവൻ്റെ ജീവിത അവസാനം വരെയും ജീവപര്യന്തം വരെയും നിലനിൽക്കുന്നതായിരുന്നു ആ ഉയർച്ച, ദൈവം നൽകിയ അനുഗ്രഹം. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കൾക്ക് നൽകുന്നത് ഏറ്റവും വലിയ ഉയർച്ചയാണ്. ഭക്തനായ യോസഫിന് പിതാവ് നൽകിയ വസ്ത്രം സഹോദരന്മാർ എടുത്തു. ശേഷം യോസഫിന് അടിമ വസ്ത്രം നൽകി. പോത്തിഫറിൻ്റെ ഭവനത്തിൽ കാര്യവിചാരകൻ്റെ സ്ഥാനവും വസ്ത്രവും നൽകി. പോത്തിഫറിൻ്റെ ഭാര്യ യോസഫിൻ്റെ വസ്ത്രത്തെ പിടിച്ച് ചെയ്യാത്ത കുറ്റത്തിന് അവനെ കാരാഗൃഹത്തിലടച്ചു. ഒടുവിൽ രാജാവ് ആളയച്ചു വിളിപ്പിച്ചു. മനോഹരമായ വസ്ത്രം ധരിപ്പിച്ചു. മിസ്രൈമിലെ 2ാമനാക്കി. ആ രാജകീയ വസ്ത്രം ജീവിതാവസാനം വരെ നഷ്ടമായില്ല. വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, ശത്രുക്കളെ കണ്ട് അവർക്ക് ദോഷം ചെയ്യാതെ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചാൽ ദൈവം പിന്നത്തേതിൽ അനുഗ്രഹമാക്കി താങ്കളെ ഉയർത്തും. ശത്രുവിനെ തൊടുവാൻ പോലും സാധിക്കാത്ത നിലയിൽ കരം പിടിച്ച് താങ്കളെ ഉയർത്തും. പകവച്ചുകൊണ്ട് ദോഷം പ്രവർത്തിപ്പാൻ യോസഫ് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒത്തിരി അവസരം ഭക്തനായ യോസഫിന് ലഭിച്ചിരുന്നു. തൻ്റെ പദവിയും അധികാരവും ഉപയോഗിച്ച് അവരോട് എന്ത് ചെയ്യാമായിരുന്നു. എന്നാൽ ഭക്തനായ യോസഫ് ഒരിക്കൽ പോലും പ്രതികാര മനോഭാവത്തോടുകൂടെ പ്രവർത്തിക്കാതെ സഹോദര സ്നേഹത്തിൽ സഹോദരങ്ങളെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. സഹോദരങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചു. ആ മനോഭാവമുള്ള യോസഫിനെ ദൈവത്തിന് എങ്ങനെ അനുഗ്രഹിക്കാതിരിക്കാൻ സാധിക്കും? വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് ഒഴിഞ്ഞു മാറുക. ഭക്തനായ ദാവീദ് ശൗലിൽ നിന്നും ഒഴിഞ്ഞു മാറിയതുപോലെ
ഭക്തനായ യോസെഫ് പ്രതികാര ചിന്തകളൊന്നും കടന്നു വരാതെ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ ആശ്രയിക്കുവാൻ ദൈവസന്നിധിയുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച് ശത്രുക്കളുടെ മനോഭാവം തിരിച്ചറിഞ്ഞ് ശത്രുക്കളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.